ഒരു ഗാലക്സി ഓഫ് ലീഡർഷിപ്പ് ഉണ്ട്. അത് ഞങ്ങളുടെ അഭിമാനമാണ്. നല്ല ലീഡർഷിപ്പ് ഉണ്ട് കോൺഗ്രസിൽ. നിങ്ങൾ പ്രചരണം നടത്തിക്കോ. പക്ഷെ ഞങ്ങൾക്കൊരു ദേശീയ പാർട്ടിയാണ് ഞങ്ങളുടെ കോൺഗ്രസ്. ദേശീയ നേതൃത്വം കൃത്യമായ നടപടിക്രമങ്ങളും കാര്യങ്ങളും. ഒരാൾ പോലും പിണങ്ങില്ല, ഒരാൾ പോലും വഴക്കില്ല, ഒരാൾ പോലും തർക്കിക്കില്ല. ഞങ്ങളൊരു ടീമായി ഞങ്ങൾ കുടുംബത്തിലെ അംഗങ്ങളെ പോലെ നിന്ന് ഇതിനെല്ലാം ഞങ്ങൾ മറുപടി പറയും. ഒരു സംശയവും വേണ്ട, ഒരു സംശയവും വേണ്ട. അതൊക്കെ പാർട്ടി ആ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം UDF ക്രിയേറ്റ് ചെയ്യാൻ ഒരു പരിധിവരെ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിത്തറ കുറെ കൂടി വിപുലമാക്കാൻ പറ്റും എന്നുള്ള ആത്മവിശ്വാസം കൊണ്ടാണ് 100 സീറ്റിൽ അധികം നേടി നമുക്ക് തിരിച്ചു വരാൻ കഴിയുമെന്ന്. നമ്മളെല്ലാവരും ഒരു മിനിറ്റ് വിശ്രമിക്കാൻ, നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഇറങ്ങുമ്പോൾ ഫോൺ ഉപയോഗിച്ച് പ്രവർത്തനം തുടങ്ങണം. ട്രെയിനിലിരിക്കുമ്പോഴും കാറിലിരിക്കുമ്പോഴും നാളെ നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ എത്തിച്ചേരണം. നേരത്തെ പറഞ്ഞല്ലോ, ശ്രീ മോഹനൻ ഇവിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞു വീട്ടുകാരെ കണ്ടിട്ട് എത്ര നാളായി എന്ന് പറഞ്ഞു. കർണാടകത്തിൽ നിന്നും AIC സെക്രട്ടറിയായ മോഹനും ശ്രീ അരിവഴകനും മൻസൂർ അലിഖാനും ശ്രീമതി ദീപ മാഡവും എല്ലാം എത്രയോ ദിവസമായി അവരുടെ വീട്ടുകാരെ കണ്ടിട്ട്. അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഇവിടെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണ് അവർ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ചലിക്കാതിരുന്നാലോ, നമ്മൾ പ്രവർത്തിക്കാതിരുന്നാലോ വീട്ടുകാർ വിളിക്കുന്നു ഇവരെ പറ്റി ഓർത്താം, ഇവരെ പറ്റി ഓർത്താം. അവരെല്ലാം ഇവിടെ വന്നിട്ട് എത്ര ദിവസമായി പോകണം. ഇനി വേറെ ഒരു ചിന്തയില്ല, ഒന്നും ചിന്തയില്ല. പാർട്ടി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ, ശ്രീ KC വേണമോ എല്ലാ നേതൃത്വത്തിൽ നമുക്ക് ഫുൾ സപ്പോർട്ടാണ്, ഫുൾ സപ്പോർട്ടാണ്. പിന്നെ CPM പറക്കുന്ന ഒരു നറേറ്റീവ് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഭയങ്കര അടിയാണ്. ഞാൻ ഒരാഴ്ച മുമ്പ് കണ്ടു VD സതീശൻ നല്ല പടം, ഇത്ര പടം എൻ്റെ ഇല്ല. ഇതേ മുഖ്യമന്ത്രിയാവില്ല, സപ്പോർട്ട് ചെയ്യാൻ കാണുമ്പോൾ സന്തോഷം തോന്നുന്നില്ല ആർക്കാണെങ്കിലും. ഞാൻ നോക്കിയപ്പോൾ പിറ്റേ ദിവസം ആ പടത്തിൽ സണ്ണി ജോസഫാണ്. ഇദ്ദേഹം മുഖ്യമന്ത്രിയായ എങ്ങനെ ഇരിക്കും? അതേ ആളുകളാണ്. അതിന്റെ പിറ്റേ ദിവസം സുധാകരന്റെ പടം, പിന്നെ KC വേണുഗോപാലിന്റെ പടം, പിന്നെ ഒരു ദിവസം വിഷ്ണുവിന്റെ പടം, പിന്നെ ഷാഫിയുടെ പടമുണ്ട്, കുറെ പേരുടെ പടം, എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും മുല്ലേക്കുന്നുണ്ട്. സെയിം ആളുകളാണ് കിട്ടുന്നത്. എന്താണെന്നറിയാമോ? CPMന്റെ തന്ത്രമാണ് ഈ മെസ്സേജ് കൊടുക്കുന്നത്. ഏത് കോൺഗ്രസിന് ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു, കോൺഗ്രസിന് ഒരു ഗാലക്സി ഓഫ് ലീഡർഷിപ്പ് ഉണ്ട്. അത് ഞങ്ങളുടെ അഭിമാനമാണ്. നല്ല ലീഡർഷിപ്പ് ഉണ്ട് കോൺഗ്രസിൽ. നിങ്ങൾ പ്രചരണം നടത്തിക്കോ. പക്ഷെ ഞങ്ങൾക്കൊരു ദേശീയ പാർട്ടിയാണ് ഞങ്ങളുടെ കോൺഗ്രസ്. ദേശീയ നേതൃത്വം കൃത്യമായ നടപടിക്രമങ്ങളും കാര്യങ്ങളും. ഒരാൾ പോലും പിണങ്ങില്ല, ഒരാൾ പോലും വഴക്കില്ല, ഒരാൾ പോലും തർക്കിക്കില്ല. ഞങ്ങളൊരു ടീമായി ഞങ്ങൾ കുടുംബത്തിലെ അംഗങ്ങളെ പോലെ നിന്ന് ഇതിനെല്ലാം ഞങ്ങൾ മറുപടി പറയും. ഒരു സംശയവും വേണ്ട, ഒരു സംശയവും വേണ്ട. അതൊക്കെ പാർട്ടി ഇന്ന് ഒരു ചാനലിലെ വാർത്ത വന്നു, റോജിയുടെ അടുത്ത് പറഞ്ഞു രാവിലെ, ഇന്ന് ഇവിടെ 70 സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നു, ഇവ പ്രഖ്യാപിക്കും. നമ്മൾ അതൊന്നും ചർച്ച ചെയ്തിട്ട് പോലുമില്ലല്ലോ. അപ്പൊ വൈകുന്നേരം അവരെന്ത് ചെയ്യും? നേതാക്കന്മാർ തമ്മിലുള്ള തർക്കം കാരണം അത് തീരുമാനമായിരുന്നു. കോൺഗ്രസിലെ നേതാക്കന്മാർ, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളായ നേതാക്കന്മാർ അവരവരുടെ ആളുകളെ മണ്ഡലത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമിച്ചപ്പോൾ തീരുമാനമായില്ല. ഇന്നത്തെ രാത്രി ചർച്ച അതാണ്. ഞാൻ വേറെ പണി ചെയ്തതിന് പകരം ഞാൻ ഗോവിന്ദ മാഷിന്റെ പടം കൊടുപ്പിച്ചു നമ്മുടെ ആളിനെ കൊണ്ട്. ഇദ്ദേഹം മുഖ്യമന്ത്രിയായാലും എങ്ങനെ ഇരിക്കുന്നു? EP ജയരാജന്റെ പടം കൊടുത്തതിന്റെ കുഴപ്പമുണ്ടോ പുള്ളിക്ക്? മുഖ്യമന്ത്രിയായ EP ജയരാജൻ മുഖ്യമന്ത്രിയായതിന്റെ കുഴപ്പം? സ്ഥാനാർത്ഥി മുഖ്യമന്ത്രിയായല്ല, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ MM ബേബിയുടെ പടം. ഇനി നമ്മൾ അങ്ങനത്തെ പണി ചെയ്താൽ അതെല്ലാം കൊടുത്തേക്കും. തോമസ് ഐസക്കിന്റെ പടം കൊടുത്തേക്കും. അതൊക്കെ പണം കൊടുത്തേക്കുന്ന നേതാക്കന്മാരല്ലേ? മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായാൽ യോഗ്യരായിട്ടുള്ള ആളുകൾ. അതിനൊക്കെ പണി അതാണ്. ആ പണിയിൽ നിന്ന് നമ്മൾ വീഴരുത്. നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, ഇത് നമ്മൾ ഒന്നും പറയാനില്ല UDF-നെ കുറിച്ച്. നമ്മൾ അഭിമാനത്തോടെ പറയുന്നു, ഇത് വെറും UDF അല്ല, ടീം UDF ആണ്. അപ്പുറത്ത് ശിഥിലമായി കൊണ്ടിരിക്കുന്ന LDF ആണ്. നമ്മളെ സഹായിക്കാൻ കുറച്ച് പേരുണ്ട്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പത്രസമ്മേളനമൊക്കെ നടത്തി നമ്മളെ സഹായിക്കുന്ന കുറെ ആളുകളുണ്ട്. അവരൊക്കെ ആ പത്രസമ്മേളനങ്ങൾ തുടരണം എന്നാണ് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. അപ്പോ നിറഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി, എങ്ങനെയാണ് ആത്മവിശ്വാസം? നിശ്ചയദാർഢ്യത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും ആത്മവിശ്വാസം. ആ ആത്മവിശ്വാസത്തെ അടിത്തറയാക്കി ഒരു ചരിത്ര നിയോഗമാണ് ഈ ടീമിന്, KPCC ടീം ചരിത്ര നിയോഗം.
ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തോടെ 100-ലധികം സീറ്റോടുകൂടി UDF കേരളത്തിൽ അധികാരത്തിലേക്ക്. കേരളത്തിലെ പ്രവർത്തകരോട്, കേരളത്തിലെ ജനങ്ങളോടുള്ള നീതി പുലർത്തും എന്നുറപ്പ് പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ഈ ക്യാമ്പ് ഗംഭീരമായി സംഘടിപ്പിച്ച എല്ലാ സംഘാടകരോടും സഹായിച്ച എല്ലാവരോടും ഞാൻ പ്രത്യേകമായി നന്ദി പറയാം.